തിരുവനന്തപുരത്ത് നിന്നും സൂര്യഗായത്രി ചേരുന്നു. സൂര്യ, അമയഞ്ചാലിൽ ജോയ് മരിച്ചതേ തുടർന്ന് ഉള്ള സംഘർഷമാണ് ഇപ്പോഴും തിരുവനന്തപുരത്ത് നടക്കുന്നത്. നഗരസഭയിലേക്ക് BJPയുടെ മാർച്ച് പുരോഗമിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം യൂത്ത് ലീഗിന്റെയും BJPയുടെയും നേതൃത്വത്തിൽ ശക്തമായ പ്രതിഷേധം നടന്നിരുന്നു. യൂത്ത് ലീഗിന്റെ പ്രതിഷേധത്തിൽ ഇന്നലെ ജലപീരങ്കി അടക്കം പ്രയോഗിക്കുന്ന ഒരു കാഴ്ചയുണ്ടായി. സമാനമായ രീതിയിൽ തന്നെയാണ് ഇന്ന് BJPയുടെ മാർച്ച് നടക്കുന്നത്. BJP കഴിഞ്ഞ ദിവസങ്ങളിൽ കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ മേയറെ ഉപരോധിക്കുന്ന ഒരു കാഴ്ചയാണെങ്കിൽ ഇന്ന് നഗരസഭയിലേക്ക് നേരിട്ട് എത്തി പ്രതിരോധിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. പ്രവർത്തകർ ബാരിക്കേഡ് തകർക്കുന്നു, പോലീസുമായി ഉന്തും തള്ളുമുണ്ടാകുന്നു. നിലവിൽ ഇവരുടെ പ്രധാന ആവശ്യങ്ങൾ എന്തൊക്കെയാണ്? BJPയുടെ നേതൃത്വത്തിൽ കോർപ്പറേഷനിലേക്ക് നടന്നു വന്ന മാർച്ച് ഇപ്പോൾ സംഘർഷാവസ്ഥയിലേക്ക് കടന്നിരിക്കുകയാണ്. അതായത് ഈ പ്രവർത്തകർ ഉദ്ഘാടനത്തിന് ശേഷം കോർപ്പറേഷൻ മതില് ചാടിക്കടക്കാനുള്ള ശ്രമം നടത്തുകയാണ്. പ്രവർത്തകർ കോർപ്പറേഷൻ മതില് ചാടിക്കടന്ന് അകത്തേക്ക് കയറിപ്പോവുകയും പോലീസ് അവരെ തടയുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. പോലീസും പ്രവർത്തകരും തമ്മിൽ കയ്യാങ്കളി നടക്കുകയാണ്. ചാടിക്കടക്കാൻ ശ്രമിക്കുന്ന പ്രവർത്തകരെ പോലീസ് തടയാൻ ശ്രമിക്കുന്നതിനിടയിലാണ് പ്രവർത്തകരും പോലീസും തമ്മിലൊരു കയ്യാങ്കളി നടക്കുന്നത്. ഇതിനിടയിൽ ചില പ്രവർത്തകർ കോർപ്പറേഷന്റെ മതിലെ ചാടി അപ്പുറത്തേക്ക് കടന്നിട്ടുണ്ട്. അവരെ പോലീസ് പിടികൂടിയിട്ടുമുണ്ട്. വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധ മാർച്ചാണ് BJPയുടെ നേതൃത്വത്തിൽ കോർപ്പറേഷനിലേക്ക് നടത്തുന്നത്. പ്രധാന ആവശ്യം മേയർ രാജിവെക്കണമെന്ന് തന്നെയാണ്. കോർപ്പറേഷൻ ഭരണത്തിൽ കോർപ്പറേഷന്റെ ഭാഗത്തു നിന്ന് വലിയ രീതിയിലുള്ള പരാജയങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. മേയറുടെ ഭാഗത്തു നിന്ന് വലിയ രീതിയിലുള്ള അപാകതകൾ സംഭവിച്ചിട്ടുണ്ട് ഈ വിഷയത്തിൽ. അതായത് പ്രത്യേകിച്ച് ഈ ഒരു ആമിഴഞ്ചാൽ തോടിൽ ജോയ് മുങ്ങി മരിക്കാനിടയായ സാഹചര്യം അത് ഉയർത്തിക്കാട്ടിക്കൊണ്ടാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം BJP നടത്തുന്നത്. ഈ ഒരു വിഷയത്തിൽ മേയർ രാജിവെക്കണമെന്നാണ് പ്രതിഷേധക്കാരുടെ പ്രധാന ആവശ്യം. തദ്ദേശ വകുപ്പ് മന്ത്രി MP രാജേഷിനെതിരെയും വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ പ്രതിഷേധക്കാർ ഉയർത്തുന്ന സാഹചര്യമുണ്ട്. നഗരത്തിലെ മാലിന്യ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട് വ്യക്തമായിട്ടുള്ള തീരുമാനം അല്ലെങ്കിൽ കൃത്യമായിട്ടൊരു നിലപാട് ഈ വിഷയത്തിൽ സർക്കാർ സ്വീകരിച്ചിട്ടില്ല. മേയർ അടക്കമുള്ളവർ സ്വീകരിച്ചിട്ടില്ല. ഗിന്നസ് ബുക്കിൽ പേര് പറയുന്നതിന് അല്ലെങ്കിൽ വരുത്തുന്നതിന് വേണ്ടി മാത്രമാണ് പ്രായം കുറഞ്ഞ ഒരു വ്യക്തിയെ മേയറാക്കി വെച്ചത്. കൃത്യമായിട്ടുള്ള ഒരു ഭരണം നഗരസഭയുടെ ഭാഗത്തു നിന്നോ മേയറുടെ ഭാഗത്തു നിന്നോ നടന്നിട്ടില്ല. ഈ ജോയിയുടെ മരണത്തിന് ഇടയാക്കിയത് അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം നഗരസഭയ്ക്ക് തന്നെയാണ്. തദ്ദേശ വകുപ്പ് മന്ത്രി MP രാജേഷ് അടക്കമുള്ളവർക്കാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പ്രതിഷേധക്കാർ സമരം തീർക്കുന്നത്. നിലവിൽ രണ്ടാമത്തെ തവണയും പോലീസ് പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിക്കുകയാണ്. പ്രവർത്തകർ നഗരസഭ മതിലെ ചാടിക്കടന്ന് നഗരസഭയ്ക്ക് ഉള്ളിലേക്ക് കടക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം നടത്തുകയാണ്. നഗരസഭയ്ക്ക് സമീപം തന്നെ പ്രവർത്തകരെ പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് നേരത്തെ തടഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതും കടന്ന് പ്രവർത്തകർ നഗരസഭയ്ക്ക് ഉള്ളിലേക്ക് കയറുന്നതിനുള്ള ഒരു ശ്രമം നടത്തുന്നതിനിടയിലാണ് പോലീസും പ്രവർത്തകരും തമ്മിൽ സംഘർഷമുണ്ടായിരിക്കുന്നത്. രണ്ടാമത്തെ പ്രാവശ്യവും പോലീസ് പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിക്കുകയാണ്. ഇതിനിടയിൽ ചില പ്രവർത്തകർ നഗരസഭ മതിൽ ചാടിക്കടന്ന് അകത്തേക്ക് കയറിയെങ്കിലും അവരെ പോലീസ് തടയുന്ന സാഹചര്യമായിരുന്നു. ഈ നിലവിൽ പ്രവർത്തകർ ഇപ്പോൾ ബാരിക്കേഡ് മറിച്ച് ഇടുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത്. തിരുവനന്തപുരത്ത് നഗരസഭയിലേക്ക് BJPയുടെ മാർച്ച് പുരോഗമിക്കുകയാണ്. ജോയ് മരണപ്പെട്ട സാഹചര്യത്തിൽ അമയഞ്ചാൽ തോട് വൃത്തിയാക്കണം, ഇവിടെ മാലിന്യമുക്തമാക്കണം, അനന്തപുരിയെ മാലിന്യമുക്തമാക്കണം എന്ന ആവശ്യവുമായിട്ടാണ് BJP പ്രധാനമായും പ്രതിഷേധിക്കുന്നത്. മേയർ രാജിവെക്കണം, മേയർ രാജേന്ദ്രൻ രാജിവെക്കണമെന്നടക്കമുള്ള ആവശ്യങ്ങളാണ് ഇവർ ഉന്നയിക്കുന്നത്. കൂടാതെ തന്നെ BJP പ്രവർത്തകർ, വനിതാ പ്രവർത്തകർ അടക്കം ബാരിക്കേഡ് തകർക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. പോലീസ് 2 തവണ ജലപീരങ്കി പ്രയോഗിച്ചു. പ്രവർത്തകർ ഒരു വശത്ത് ബാരിക്കേഡ് തകർക്കാൻ ശ്രമിക്കുന്നു. വനിതാ പ്രവർത്തകർ അടക്കം ബാരിക്കേഡ് മറികടന്ന് പ്രതിരോധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. മറുവശത്ത് നഗരസഭയുടെ മതിൽ ചാടിക്കടക്കാനുള്ള ഒരു ശ്രമത്തിനെയും പോലീസ് വലിയ രീതിയിൽ തന്നെയാണ് തടഞ്ഞ് നിർത്തുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിലും വലിയ രീതിയിലുള്ള പ്രതിഷേധം ഈ നഗരസഭയിലേക്ക് ഉണ്ടായിരുന്നു. ഇന്നലെയാണ് യൂത്ത് ലീഗിന്റെ മാർച്ച് നഗരസഭയിലേക്ക് ഉണ്ടായിരുന്നത്. തീർത്തും മേയർ രാജിവെക്കണമെന്ന ആവശ്യവും മാലിന്യമുക്തമാക്കുക തിരുവനന്തപുരത്തെ എന്നുള്ള ഒരു ആവശ്യവും ഉന്നയിച്ചാണ് ഇവരുടെയും മാർച്ച് ഉണ്ടായിരുന്നത്. BJP പ്രവർത്തകരുടെ അടക്കം മാർച്ച് ശക്തമായിരുന്നു. ഇപ്പോൾ BJP പ്രവർത്തകർ നഗരസഭയിലേക്കുള്ള മാർച്ച് തുടരുകയാണ്. സൂര്യഗായത്രി ഉണ്ട്. സൂര്യ, ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ഏതെങ്കിലും നടപടിക്രമങ്ങളിലേക്ക് കടക്കുന്നുണ്ടോ പോലീസ്?
പ്രാവശ്യവും പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുകയാണ്. നേരത്തെ പ്രവർത്തകർ കോർപ്പറേഷൻ മതിൽ ചാടിക്കടക്കുന്നതിന് ശ്രമം നടത്തിയ സമയത്താണ് ജലപീരങ്കി പ്രയോഗിച്ചത് തടയാൻ പോലീസ് ശ്രമിച്ചത്. ബാരിക്കേഡ് മറിച്ച് കടക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം പ്രവർത്തകർ നടത്തിയതിനിടെ ഈ മൂന്നാമത്തെ പ്രാവശ്യവും പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുകയാണ്. പ്രവർത്തകർ വലിയ രീതിയിലുള്ള പ്രതിഷേധം കോർപ്പറേഷന് മുന്നിൽ തീർക്കുകയാണ്. ഇന്നലെ മുതൽ കണ്ടതാണ് കോർപ്പറേഷന് നേരെ BJP കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ നടക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. മേയറുടെ ഓഫീസ് ഉപരോധിച്ചുള്ള ഒരു പ്രതിഷേധമാണ് ഇന്നലെ BJP കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്നത്. ഇന്നിപ്പോൾ BJP പ്രവർത്തകരുടെ നേതൃത്വത്തിലാണ് ഇത്തരത്തിലൊരു പ്രതിഷേധം നടക്കുന്നത്. മുൻ കേന്ദ്രമന്ത്രി V മുരളീധരനാണ് പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തത്. ഈ മേയറുടെ രാജിയാണ് പ്രധാനമായും പ്രതിഷേധക്കാർ ആവശ്യപ്പെടുന്നത്. നഗരസഭാ ഭരണത്തിൽ വലിയ രീതിയിലുള്ള വീഴ്ചകൾ കോർപ്പറേഷനിലെ LDFന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്, മേയറുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. മാലിന്യ നിർമ്മാർജ്ജനം അടക്കമുള്ള വിഷയങ്ങളിൽ മേയർ കൃത്യമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നില്ല. മേയറുടെ ഭാഗത്തു നിന്ന് വലിയ രീതിയിലുള്ള അലംഭാവമാണ് ഉണ്ടായിട്ടുള്ളത്. ആമയിൽ അഞ്ചാം തോടിലെ മാലിന്യ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ മേയറുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ മേയർ രാജിവെച്ച് പുറത്തു പോകണമെന്ന ആവശ്യമാണ് പ്രതിഷേധക്കാർ ഉയർത്തുന്നത്. നിലവിൽ ബാരിക്കേഡ് മറിച്ചിടുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമമാണ് പ്രവർത്തകർ നടത്തുന്നത്. മൂന്നാമത് പ്രാവശ്യവും പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുകയാണ്. ജോയിയുടെ മരണത്തിന് ഉത്തരവാദി കോർപ്പറേഷനാണ്. കോർപ്പറേഷന്റെ ഭരണത്തിലുണ്ടായ അലംഭാവമാണ് ജോയിയെ മരണത്തിലേക്ക് നയിച്ചത് എന്നൊരു കാര്യമാണ് BJP പ്രവർത്തകർ ആരോപിക്കുന്നത്. ജോയിയുടെ മരണത്തിനിടയാക്കിയ തോട് അത് റെയിൽവേയുടെ അധീനതയിലുള്ള റെയിൽവേയുടെ പരിധിയിലുള്ള തോട് ആണെങ്കിലും ഈ ആമയിലഞ്ചാം തോട് എന്ന് പറയുന്നത് അത് മൊത്തത്തിൽ മാലിന്യം നിറഞ്ഞു കിടക്കുകയാണ്. മാലിന്യ കൂമ്പാരമാണ്. ഇത് നേരത്തെ തന്നെ വൃത്തിയാക്കേണ്ടത് കോർപ്പറേഷന്റെ ഉത്തരവാദിത്തമായിരുന്നു. കോർപ്പറേഷന്റെ ഭാഗത്ത് അത്തരത്തിലുള്ള നടപടികൾ ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് ഈ ഒരു നഷ്ടമുണ്ടായത്. ഒരു ജീവൻ തന്നെ മാലിന്യ കൂമ്പാരത്തിൽ വീണ് നഷ്ടമായതെന്ന് അടക്കമുള്ള രൂക്ഷ വിമർശനങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് BJP പ്രവർത്തകരുടെ നേതൃത്വത്തിൽ നഗരസഭയിലേക്ക് ഇത്തരത്തിലൊരു മാർച്ച് സംഘടിപ്പിച്ചിരിക്കുന്നത്. 3 തവണ ജലപീരങ്കി പ്രയോഗിച്ചിട്ടും പ്രവർത്തകർ മടങ്ങിപ്പോകാൻ തയ്യാറാകുന്നില്ല. നേരത്തെ കോർപ്പറേഷൻ മതിൽ ചാടിക്കടന്ന് അകത്തേക്ക് കയറാനുള്ള ഒരു ശ്രമം നടത്തിയിട്ടുണ്ടായിരുന്നു. പ്രവർത്തകർ അതിൽ നിന്ന് ഇപ്പോൾ മാറി നിൽക്കുകയാണ്. ഇപ്പോൾ ബാരിക്കേഡ് മറിച്ചിടുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമമാണ് പ്രവർത്തകർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവരെ പ്രതിരോധിക്കാൻ പോലീസ് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ പ്രവർത്തകർ തിരികെ മടങ്ങിപ്പോകാൻ തയ്യാറാകുന്നില്ല. നിലവിൽ മുദ്രാവാക്യങ്ങൾ വിളിച്ച് മേയർക്കെതിരെ മുദ്രാവാക്യങ്ങൾ വിളിച്ച് LDF സർക്കാരിനെതിരെ മുദ്രാവാക്യങ്ങൾ വിളിച്ച് പ്രവർത്തകർ കോർപ്പറേഷന് മുന്നിലുള്ള സമരം തുടരുകയാണ്.